ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇരുവിഭാഗങ്ങളിലെയും കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന മാനസികാഘാതം ചെറുതല്ല. തങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് പോലും വിശ്വസിക്കാനാകാതെ പരിഭ്രാന്തരാവുകയാണ് ആശുപത്രികളിലും അഭയകേന്ദ്രങ്ങളിലും കഴിയുന്ന കുട്ടികൾ. യുദ്ധം ഏറ്റവും ഭയാനകമായ രീതിയിൽ ബാധിക്കുക കുഞ്ഞുങ്ങളെയാണ്. യുദ്ധത്തിന്റെ ഓർമ്മകൾ കുട്ടികളുടെ വർത്തമാനകാലം മാത്രമല്ല, ഭാവി ജീവിതത്തെയും വേട്ടയാടും. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഗാസയിൽ ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്ന ഭീതിയിലാണ് ഓരോ മനുഷ്യരും. കുട്ടികളിൽ യുദ്ധം തീർത്ത മാനസികാഘാതം ചെറുതല്ല എന്നാണ് പലസ്തീൻ മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത്. ജീവനോടെ ഉണ്ടെന്നു പോലും വിശ്വസിക്കാനാകാതെ മരവിച്ചു പോയിരിക്കുന്ന കുട്ടികളാണ് ആശുപത്രികളിലും അഭയകേന്ദ്രങ്ങളിലും കഴിയുന്നത്. കുട്ടികൾ രാത്രികളിൽ നിലവിളിച്ചുണരുകയും അക്രമാസക്തരാവുകയും ചെയ്യുന്നുവെന്നും കുട്ടികളിൽ ഹൃദയാഘാതം വരെ ഉണ്ടാകുന്നുവെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സ്വന്തം മാതാപിതാക്കളുടെ മരണം മുന്നിൽ കണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ അനാഥത്വത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിടപ്പെട്ടതിന്റെ ദുഃഖം മുഴുവൻ കുഞ്ഞുമുഖങ്ങളിൽ തെളിഞ്ഞു കാണാം. ഹമാസിന്റെ ആക്രമണത്തെ പേടിച്ച് സ്റ്റോറേജ് യൂണിറ്റിൽ ഒളിച്ചിരിക്കുന്ന ഇസ്രയേൽ പെൺകുട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതും വേദനിപ്പിക്കുന്നതാണ്. ഗാസയിൽ ഓരോ 15 മിനിറ്റിലും ഒരു പലസ്തീൻ കുട്ടി കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് യൂണിസെഫിന്റെ കണക്കുകൾ. ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച യുദ്ധത്തിൽ 1600-ലധികം കുട്ടികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പരിക്കേറ്റും വീട് നഷ്ടപ്പെട്ടും അനാഥരാക്കപ്പെട്ടും മാനസികാഘാതമേൽക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാകട്ടെ ഇതിലേറെയും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.